ഹായ് ഹലോ. അങ്ങനെ നമ്മൾ ഐലൻഡിൽ നിന്ന് നേരെ വരുന്നത് ആഴിമല ശിവക്ഷേത്രം കാണാനാണ്. ഒരു അടിപൊളി ടെമ്പിളാണ് കേട്ടത്. നല്ല ബീച്ച് വ്യൂ ഒക്കെ ആയിട്ട് അടിപൊളി ക്ഷേത്രം. പക്ഷെ നമുക്ക് ഉള്ളിൽ കയറാനായില്ല. നമ്മൾ എത്തിയ സമയം അത്ര നല്ല സമയമല്ലായിരുന്നു. ഒരു ഉച്ച സമയത്താണ് നമ്മൾ എത്തിയത്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറി തൊഴാനുള്ള ഒരു ഇതില്ലായിരുന്നു കേട്ടോ. തൊഴുതിട്ടില്ലേ നമ്മൾ ഉള്ളിൽ കയറിയിട്ട്. കുറേ ആൾക്കാർ ഉള്ളിൽ കയറുന്നുണ്ട്, പക്ഷെ നമ്മൾ ആ ഒരു ടൈം ആയതുകൊണ്ട് നമ്മൾ കയറിയില്ല. നമ്മൾ പുറത്തുനിന്ന് ക്ഷേത്രം മുഴുവൻ പുറത്തുനിന്ന് നമുക്ക് കാണാൻ കഴിയും. ക്ഷേത്രത്തിൻ്റെ സൈഡിൽ നല്ലൊരു ബീച്ച് വ്യൂ ആണ് കേട്ടോ. അടിപൊളി ബീച്ചാണ്. നമ്മൾ മറ്റേ എന്താ പറയുക, പൂവാർ ഐലൻഡിൽ പോയപ്പോൾ കണ്ട ബീച്ച് വേറൊരു കളറായിരുന്നു. ഇവിടുത്തെ വെള്ളം മറ്റൊരു കളറായിട്ട് തോന്നി. എന്താണെന്നറിയില്ല, അടിപൊളി സ്ഥലം. നമ്മൾ ആ ബീച്ചിലൊക്കെ ഇറങ്ങി അതിനുശേഷം നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ മറ്റൊരു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഇത് തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലെ പ്രശസ്തമായൊരു ക്ഷേത്രമാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം. ഇവിടെയാണ് നമ്മൾ ബലിതർപ്പണം ചെയ്യുന്നത്. ബലിതർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രശസ്തമായ ക്ഷേത്രമാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിനകത്തും നമ്മൾ കയറിയിട്ടില്ല, കാരണം നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിനകത്ത് കയറിയില്ല. പുറത്തെല്ലാം കണ്ട് നടന്നതിന് ശേഷം നമ്മൾ നേരെ ഈ ക്ഷേത്ര പരിസരം മുഴുവൻ ചുറ്റി കണ്ടിട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് പോയത്. അതിനുശേഷം നമ്മൾ പോകുന്നത് പോത്തീസിലേക്കാണ്. പോത്തീസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് ഒരു പൊടി ഇഡ്ഡലി കിട്ടുന്ന കട ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് ഇഡ്ഡലി കഴിച്ചു, പൊടി ഇഡ്ഡലി കഴിച്ചു. അതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് പോത്തീസിലേക്കാണ്. പോത്തീസിലെത്തിയപ്പോൾ അവിടെ ആടി സെയിൽ നടക്കുകയായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് സാരികളൊക്കെ എടുത്തു കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മൂന്നാല് സാരി എടുത്തിട്ടോ. 3-4 സാരി എടുത്ത് പോത്തീസിൽ നിന്ന് നേരെ റൂമിൽ പോയി ബാഗൊക്കെ പാക്കാക്കിയതൊക്കെ എടുത്തിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നൈറ്റ് നമ്മൾ കാലിക്കറ്റിലേക്ക്.